സംസ്ഥാന അവാർഡും ദേശീയ അവാർഡുമൊക്കെ വാരിക്കൂട്ടിയ നിരവധി സിനിമകൾ പുറത്തുവന്ന മലയാള സിനിമാ മേഖലയുടെ മനോഹരമായ മുഖത്തിന് പിറകിൽ ചില വികൃത സ്വഭാവങ്ങളുണ്ട്. അത് ഈ ഹേമ കമ്മിറ്റിയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ അതിൽ തന്നെ 81 മുതൽ 100 വരെ പേജുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ വ്യക്തിഗത വിവരങ്ങളെല്ലാം ഒഴിവാക്കിയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുള്ളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന സത്യം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ്. സിനിമാ സെറ്റിലും അല്ലാതെയുമൊക്കെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് പ്രധാനമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത്. സമൂഹത്തെ ഇത്രമേൽ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു കല വേറെയില്ല. നമ്മൾ നിരന്തരമായി കാണുന്ന നായക നടന്മാർ, അവരുടെ പല സിനിമകൾ, അവയെല്ലാം നമ്മളെ അവരിലേക്ക് കൂടുതൽ അടുപ്പിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ നിറഞ്ഞ ചിരിയും തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന നായക നടന്മാരിൽ പലരും യഥാർത്ഥത്തിൽ വില്ലന്മാരുടെ സ്വഭാവമുള്ളവരാണ് എന്നാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മലയാള സിനിമയിലെ നായികമാരുടെ കാലാവധി പരിശോധിച്ചാൽ മനസ്സിലാകും എത്ര കാലം ഒരു സ്ത്രീ മലയാള സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നു എന്ന്. മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനെ കാലങ്ങൾ മുമ്പേ മലയാള സിനിമയിലേക്ക് അഭിനയത്തിനായി എത്തിയ പല പുരുഷ കഥാപാത്രങ്ങളും ഇപ്പോഴും മലയാള സിനിമയിൽ അരങ്ങുവാഴുന്നുണ്ട്. എന്നാൽ എത്രയെത്ര വനിതാ കലാകാരിമാരാണ് വന്നുപോയിട്ടുള്ളത്. അവരിൽ ഭൂരിഭാഗം പേരും ഇന്നും മലയാള സിനിമയില്ലാത്തതിൻ്റെ പ്രധാന കാരണം നിരന്തരമായുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടതായുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. തിളക്കമുള്ള നക്ഷത്രങ്ങളും സുന്ദര ചന്ദ്രനുമുള്ള ദുരൂഹതകളുടെ ആകാശം വാസ്തവത്തിൽ അങ്ങനെയല്ലെന്ന് പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. നക്ഷത്രങ്ങൾക്ക് തിളക്കമോ ചന്ദ്രന് അത്രയേറെ സൗന്ദര്യമോ ഇല്ല. അതുകൊണ്ട് തന്നെ കാണുന്നതെല്ലാം വിശ്വസിക്കരുത്. ഉപ്പ് പോലും കാഴ്ചയ്ക്ക് പഞ്ചസാര പോലെയാണ് തോന്നുന്നത്. സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട്. ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ സ്ത്രീകൾക്ക് ഭയമാണെന്ന് നടിമാരുടെ മൊഴിയും. പല രാത്രികളിലും സിനിമയിലെ തന്നെ പുരുഷന്മാർ നിരന്തരം വാതിലിൽ ശക്തമായി ഇടിക്കാറുണ്ടെന്നും അവർ മൊഴിയിൽ പറയുന്നു. വാതിൽ തകർത്ത ഇവർ അകത്തേക്ക് കയറുമെന്ന് ഭയപ്പെടുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിനാൽ മാതാപിതാക്കളോടൊപ്പമാണ് മിക്കവരും ഷൂട്ടിങ്ങിനെത്തുന്നത്. പല നടിമാരും നൽകിയ മൊഴി അനുസരിച്ച് IPC പോഷ് നിയമങ്ങൾ അനുസരിച്ച് കേസെടുക്കേണ്ട പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന ഭീതിയിൽ പലരും നിശബ്ദത പാലിക്കുന്നു. നടന്മാരോട് ഇതേക്കുറിച്ച് കമ്മിറ്റി ചോദിക്കുമ്പോൾ ഇങ്ങനെ കേസിന് പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അറിയാമോ എന്നായിരുന്നു മറുപടി. കേസിന് പോകുകയാണെങ്കിൽ പ്രശസ്തരായതിനാൽ സൈബർ ആക്രമണം പോലെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്നത് മറ്റു പ്രധാനപ്പെട്ട പ്രശ്നവും. ഇവയെല്ലാം നടിമാർ ഭയക്കുന്നു. കോടതിയെയോ പോലീസിനെയോ സമീപിച്ചാൽ ജീവന് തന്നെ ഭീഷണി ഉണ്ടായേക്കാമെന്ന് നടിമാർ ഭയക്കുന്നു. ഒറ്റയ്ക്ക് ഒരു നടിക്ക് ഷൂട്ടിംഗ് കോച്ചിൽ താമസിക്കുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷം. സഹനടന്മാരോ അല്ലെങ്കിൽ സിനിമയിലൊപ്പമുള്ള സഹപ്രവർത്തകരോ രാത്രിയുടെ മറവിൽ മുറിയിലേക്ക് ഇടിച്ചു കയറുവാൻ വെമ്പൽ കൊള്ളുന്ന ഭയപ്പാടുള്ള രാത്രികൾ. സ്വന്തം അമ്മയുടെയോ സഹോദരങ്ങളുടെയോ കൂടെ അല്ലാതെ ഒരു സ്ത്രീക്ക് മലയാള സിനിമയുടെ ഒരു സെറ്റിൽ ഒരു ഹോട്ടലിൽ കിടന്നുറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ മലയാള സിനിമാ മേഖലയിൽ ഉള്ളത് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നത്. ആർത്തവ സമയത്തും നടിമാർ സെറ്റിൽ നേരിടുന്നത് വലിയ ബുദ്ധിമുട്ടുകളാണെന്ന് റിപ്പോർട്ടിലുണ്ട്. പാടുമാറ്റുന്നതിന് പോലും സെറ്റിൽ നേരിടുന്ന വലിയ പ്രതിസന്ധികൾ. ശുചിമുറിയിൽ പോകാൻ സാധിക്കാതെ മണിക്കൂറുകളോളം സെറ്റിൽ തുടരേണ്ടി വരാറുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മലയാള സിനിമാ മേഖലയിലെ പലർക്കും മൂത്രാശയ അണുബാധ അടക്കമുള്ള രോഗങ്ങൾക്കും വിധേയരാകേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉള്ളവർ ശുചിമുറി ഉപയോഗിക്കുവാൻ പോലും സ്ത്രീകളെ അനുവദിക്കാറില്ല. അങ്ങനെ വ്യക്തിപരമായ ഒരു വ്യക്തിക്ക് നൽകേണ്ട എല്ലാ സ്വാതന്ത്ര്യവും നൽകാത്ത ഒരു ഇടമാണ് സിനിമാ സെറ്റുകൾ. ഒരു സ്ത്രീക്ക് ശുചിമുറിയിൽ പോകുവാൻ പോലും സാധിക്കാത്ത തരത്തിലേക്കുള്ള ക്രൂരമായ ചില നടപടികളാണ് സ്ത്രീകളോട് സെറ്റുകളിൽ ഉണ്ടാകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ ഇതാണ്. പുറത്തു കാണുന്ന ഗ്ലാമർ സിനിമയ്ക്കകത്തില്ല. കാണുന്നതൊന്നും വിശ്വസിക്കാനാകില്ല. സഹകരിക്കാൻ തയ്യാറാകുന്നവർ അറിയപ്പെടുന്നത് കോഡുകളിലാണ്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ സെറ്റിൽ നിർബന്ധിക്കാറുണ്ട്. വിട്ടുവീഴ്ച ചെയ്യുന്നവരെ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരിമരുന്നും കർശനമായി വിലക്കണം. സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാവ് സുരക്ഷിതമായ താമസ യാത്ര സൗകര്യങ്ങൾ നൽകണം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി നിയോഗിക്കുവാൻ പാടില്ല. വനിതകളോട് അശ്ലീലം പറയരുത്. തുല്യ പ്രതിഫലം നൽകണം. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യുവാൻ നിർമ്മാതാക്കളും സംവിധായകന്മാരും നിർബന്ധിക്കരുത്. വിട്ടുവീഴ്ച ചെയ്യുവാൻ സിനിമാ മേഖലയിൽ സമ്മർദ്ദം, വ്യാപക ചൂഷണവും നടക്കുന്നുണ്ട്. അവസരം കിട്ടിയാൽ വിട്ടുവീഴ്ച ചെയ്യണം. പോലീസിനെ സമീപിക്കാത്തത് ജീവഭയം കൊണ്ട്.
സ്ത്രീകളോട് അതിക്രമം കാട്ടുന്നത് സിനിമയിലെ ഉന്നതർ. സംവിധായകർക്കെതിരെയും മൊഴി നൽകിയിട്ടുണ്ട്. ചുംബന രംഗങ്ങളിൽ അഭിനയിക്കുവാൻ സമ്മർദ്ദം വിസമ്മതിച്ചാൽ ഭീഷണി. നഗ്നതാ പ്രദർശനവും വേണം. മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘം. ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും എതിർക്കുന്നവർക്ക് സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള ഭീഷണി. വഴങ്ങാത്തവരെ പ്രശ്നക്കാരായി മുദ്രകുത്തി വഴങ്ങാത്തവർക്ക് ശിക്ഷയായി രംഗങ്ങൾ ആവർത്തിച്ചെടുപ്പിക്കുകയും ആലിംഗന രംഗം 17 വട്ടം വരെ എടുപ്പിച്ച് പ്രൊഡക്ഷൻ കൺട്രോൾ വരെ ചൂഷകരാകുന്നു. ഇങ്ങനെ ഞെട്ടിക്കുന്ന പ്രധാന വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ചില നടന്മാരുടെയും ചില സംവിധായകരുടെയും ചില പ്രൊഡ്യൂസർമാരുടെയും എല്ലാം വ്യക്തിഗത വിവരങ്ങൾ പുറത്തു പോകാത്ത തരത്തിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 233 പേജുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബാക്കി പേജുകൾ കൂടി പുറത്തുവിടുമ്പോൾ തെളിഞ്ഞു കാണുവാൻ പോകുന്നത് നമ്മൾ തിയേറ്ററുകളിൽ കൈയടിക്കുന്ന പല നടന്മാരും, നമ്മൾ ആരാധിച്ച് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന പല സംവിധായകന്മാരും, പല സിനിമകളും നമ്മളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന പല നിർമ്മാതാക്കന്മാരും അവരാരും സമൂഹത്തിൽ ഒരു മികച്ച പൗരനുള്ള ഗുണഗണങ്ങളില്ലാത്തവരാണ് എന്ന തെളിവുകളാണ്. സമൂഹത്തിലെ പല പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്ന മലയാള സിനിമാ മേഖലയ്ക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായി സ്ത്രീകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാതെ എല്ലാ തരത്തിലും അവരെ ചൂഷണം ചെയ്യുന്ന ഏറ്റവും വലിയ ക്രിമിനലുകളുള്ള ഇടമായി സിനിമാ മേഖല മാറുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അഴിഞ്ഞു വീഴുന്നത് മലയാള സിനിമാ മേഖലയുടെ പൊയ്മുഖങ്ങളാണ്.